ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു റീഡിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ആളുകൾ ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി അവർ വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ അതാണ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് അവരുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് ആണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. അവരുടെ മനോനില ഇപ്പോൾ എങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എന്ത് കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആൻഡ് ഇപ്പോൾ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ജെനുവൻ ആയിട്ടാണോ, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ, എൻ്റെ ഓഡിയൻസിൻ്റെ കളക്റ്റീവ് എനർജി എടുത്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, പോസിറ്റീവ് എനർജീസ് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസിൽ എനിക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് റീഡിങ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. സോ ആ ഒരു വ്യക്തിക്ക് ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പേസ് കൊടുക്കണമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്. അവരെ വേദനിപ്പിച്ചു പോയ ആളുകളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, അവർ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ടോ, വന്നാൽ ഈ വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്, എന്താണ് അവരെ വേദനിപ്പിച്ചു പോയ ആളുകളുടെ കറണ്ട് എനർജി, ഇപ്പോഴത്തെ അവരുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആളുകളുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളെ കാർഡ് നമ്പർ 1. ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്. കാർഡ് നമ്പർ 2. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണ്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്. അവർ ശരിക്കും ഒരു ജെനുവൻ ആയിട്ടുള്ള തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ടോ, അവർ പറയുന്നത് ശരിയാണോ, അവർ ശരിക്കും ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ട്, ജെനുവിൻലി അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളതാണ്. ജെനുവിൻ ആയിട്ട് അവരുടെ ഒരു തിരിച്ചു വരവ് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുമായിട്ട് ഉള്ള ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ മടി കാണിക്കുന്നത് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, എന്ത് കാര്യമാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് നോക്കാം. നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണ്, എന്ത് കാര്യമാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് നോക്കാം. അവരിനി തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും, അവരിനി തിരിച്ചു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, എല്ലാ കാർഡുകളും നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയം, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലാസ്റ്റ് കാർഡ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു വ്യക്തിയെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളൊരു ഇമോഷണലി റെസ്റ്റ് സ്റ്റേജിലാണെന്ന് പറയാം. അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടൊരു ഗ്യാപ്പ് ഇപ്പോൾ ഇടുന്നത് തന്നെയാണ് നല്ലതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം അവർക്ക് പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് കിട്ടിയ ഒരു അനുഭവം കുറച്ച് വേദനിപ്പിക്കുന്നതായിരുന്നു. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനത്തിലെത്താനോ അല്ലെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് അടുക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്, ഒരു പോസ് എടുത്തിട്ടുണ്ട്.
സോ നിങ്ങൾ ഈ മെന്റലി റെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങൾക്കൊരു ഒരുപാട് ടെൻഷൻസ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. വെറുതെ നിങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇവരുമായിട്ട് ഒരു റീജോയിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു മെന്റൽ റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. മാനസികമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥനയിലായിരിക്കും, മെഡിറ്റേഷൻസിലായിരിക്കും. നിങ്ങൾ ആ ഒരു ലൈഫിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. മനുഷ്യരെ ആശ്രയിക്കേണ്ട, ദൈവത്തിൽ ആശ്രയിക്കാം എന്നുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. ഒരു ഫീമെയിൽ എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സങ്കടം പറയുന്നത് നിങ്ങളുടെ അമ്മയോടായിരിക്കും. അപ്പോൾ അങ്ങനെ പൊതുവേ നിങ്ങൾ ഒന്ന് ഗ്യാപ്പ് എടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഇനി നമ്മൾക്ക് അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ അവരുടെ കറണ്ട് എനർജി നമ്മൾ നോക്കാം. എന്താണ് അവരുടെ കറണ്ട് എനർജി എന്നുള്ളത്? ഓക്കെ. 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ. സ്റ്റാർ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. ഓക്കെ. അവർ ശരിക്കും ഒരു ജെനുവിൻ കംബാക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ. നിങ്ങളിലേക്ക് എത്താൻ അവർക്കുള്ള ഒരു തടസ്സം എന്താണെന്ന് നോക്കാം. ക്വീൻ ഓഫ് പെന്റക്കിൾസ് കാർഡ് വന്നിട്ടുണ്ട്. അവർ തിരിച്ചു വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. 2 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എന്താണ് അവരുടെ കറണ്ട് എനർജി? കറണ്ട് എനർജി നമ്മൾ നോക്കിയപ്പോൾ 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. സോ അവർ ഒരു പ്ലാനിങ് മോഡിലാണ്. അവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഇപ്പോൾ. അതായത് അവർ ഇതുവരേക്കും ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഇത്രത്തോളം ആലോചിച്ചിട്ടുണ്ടാവില്ല. അവർ നല്ല രീതിയിൽ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച്. ഭാവിയിൽ ഇനി എന്താകും? ശരിക്കും ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ്. അവരൊരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമാണത്. ഓക്കെ. അവർ ആക്ഷൻ എടുക്കണോ അതോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളെ ഒരു ദൂരത്ത് നിന്ന് ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ റീഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്ന ഒരു പോസ് സ്റ്റേജ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു പെട്ടെന്ന് ആ ഒരാളെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരു എനർജിയിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കും, ഞാൻ ഇപ്പോൾ തിരിച്ചു ചെന്നാൽ വീണ്ടും ഒരു അപ്പോളജൈസ് ചെയ്ത് തിരിച്ചു ചെന്നാൽ മേ ബി ആ ഒരു വ്യക്തി എന്നെ തിരിച്ച് സ്വീകരിക്കില്ല എന്നുള്ള തോട്ടുകൾ ഇവരുടെ മനസ്സിലുണ്ടായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റാത്തത്. അവർ ശരിക്കും മൂവ് ഓൺ ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി. ഓക്കെ. അവരൊരു സ്റ്റെപ്പ് എടുക്കാം. നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ത്രൂ സംസാരിക്കുന്നതിനെ കുറിച്ചായിരിക്കാം. ഒക്കെ അവർ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു സ്റ്റെപ്പും അവർക്ക് ഇതുവരെയും എടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്കൊരു തീരുമാനത്തിലേക്ക് കംപ്ലീറ്റ്ലി എത്തിച്ചേരാൻ പറ്റുന്നില്ല. ശരിക്കും ഞാൻ അവിടെ എത്തുവോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും ഇതുവരെ മനസ്സിലായിട്ടില്ലാത്ത ഒരു എനർജിയിലാണ് അവർ കറന്റ്ലി ഉള്ളത്. ഓക്കെ. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഈ കാർഡാണ്. ഇത് സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക അവർക്കൊരു എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. മേ ബി ഇതുവരേക്കും നിങ്ങൾ അവരോട് ഒരുപാട് തവണ ക്ഷമിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും. നിങ്ങൾ അവരെ ഒരുപാട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. മേ ബി ഇത് ശരിയായേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ. നിങ്ങളെ ഇപ്പോൾ അവർക്ക് വളരെ സ്പെഷ്യലാണ്. ഓക്കെ. നിങ്ങളോട് ഇതുവരെ എങ്ങനെയാണ് എന്നറിയില്ല. മാറി നിന്നപ്പോഴായിരിക്കും നിങ്ങളുടെ വില മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങളുമായി മാനസികമായ അകൽച്ച ഉണ്ടായ സമയത്തായിരിക്കും നിങ്ങളുടെ വില മനസ്സിലായത്. നിങ്ങളെ ഒരു സ്പെഷ്യൽ സംതിങ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. ഓക്കെ. അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് നിങ്ങൾ അവരെ നല്ല രീതിയിൽ ഹീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരെ അത് റിക്കവർ ആയി വരാൻ, ആ ഒരു പ്രശ്നത്തിൽ നിന്നും കടന്ന് മുന്നോട്ട് പോകാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ. അപ്പോൾ അവരുടെ ഒരു ഹീലിംഗ് എനർജി നിങ്ങളായിരുന്നു എന്ന് പറയാം. അത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു പ്യോർ സോളാണ് നിങ്ങൾ. ആ ഒരു കാര്യം അവരിപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്യോർ ആയിട്ടുള്ള
കലർപ്പില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ അവരോടുള്ള കാര്യങ്ങൾ എന്ത് തരം സ്നേഹമായാലും അതങ്ങനെയായിരുന്നു എന്ന് ഇപ്പൊ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അവർക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഒരുപോലെയല്ല, നിങ്ങൾ എന്തോ സ്പെഷ്യൽ ആയിരുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ക്യാഷ്വൽ ലവ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു കാർഡ് വരുമ്പോൾ പ്രധാനമായിട്ടും ഒരു മേജർ ആർക്കാന കാർഡാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താ പറയുക, അഡ്മിറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നിങ്ങൾ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു പല കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ. ഓക്കെ, ഒരു കലർപ്പുമില്ലാത്ത പ്യോർ ആയിട്ടുള്ള സ്നേഹം, ഇമോഷൻസ് ആയിരുന്നു എന്നൊക്കെ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. സ്നേഹം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത്രത്തോളം ഡീപ്പ് സ്നേഹം എന്ന് വേണം പറയാൻ, അങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇമോഷണലി മാനസികമായിട്ട് അവർക്ക് നല്ല വേദനയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. കാര്യം നിങ്ങളുടെ ആ ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ടുള്ള ഒരു വേദനയുണ്ട്. ഓക്കെ, ഇപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് നൈറ്റ് ഓഫ് വോൺസിന്റെ എനർജിയാണ്. ഓക്കെ, അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത്, അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ക്യുക്കായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഈ ഒരു കാർഡ് വരുമ്പോൾ അവർ ചിലപ്പോൾ അവർ ചിന്തിക്കും ഇപ്പം തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, ഇപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള ലൈഫ് തിരിച്ചു വേണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പം തന്നെ വേണം എന്ന് ചിന്തിക്കുകയും അതേ സമയത്ത് അതൊരു അബദ്ധമാവുമോ എന്ന് ഓർത്തിട്ട് വേറെ രീതിയിലും ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇമ്പൾസീവ്നെസ് ഈ ഒരു കാർഡ് വരുമ്പം പറയും. അതായത് പെട്ടെന്നുണ്ടാവുന്ന തീരുമാനങ്ങൾ, പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഒരു കാർഡ് കൂടിയാണിത്. ഓക്കെ, പക്ഷെ പാഷനേറ്റ് ആണ്. അതായത് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വേണം എന്ന് തോന്നുന്ന ഒരു കാർഡ് കൂടിയാണ്. വളരെ സ്ട്രോങ് ഒരു അട്രാക്ഷൻ ആണ് ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഒരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ അവരും തമ്മിലുള്ള, നിങ്ങൾ കപ്പിൾസ് ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ അവരും തമ്മിലുള്ള ഒരു ഫിസിക്കൽ കെമിസ്ട്രിയെ കുറിച്ചൊക്കെ അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും എക്സൈറ്റ് ആവുന്നുണ്ട്. അതായത് എന്താ, ഒരു നോർമൽ എനർജിയിലല്ലാതെ കുറച്ചുകൂടി നിങ്ങളെക്കുറിച്ച് ആലോചിക്കും, എനർജറ്റിക്കലി കുറച്ചുകൂടി അവർ ഹൈ ആവുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ സംസാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങൾ അവരെ ഹീൽ ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഇവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ തോന്നും ഒന്ന് വിളിച്ചാലോ, ഒന്ന് മെസ്സേജ് അയച്ചാലോ, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു സമയത്ത് മേ ബി അവരുടെ ഒരു കോള് വരാൻ, ഒരു മെസ്സേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് ഒക്കെ പെട്ടെന്ന് എടുത്ത് നോക്കുന്നുണ്ടാവും, വിളിക്കാന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ഇതൊരു ഇൻകൺസിസ്റ്റന്റ് എനർജിയാണ്. അതായത് പെട്ടെന്ന് ഇങ്ങനെ തോന്നും, ആ ഒരു എനർജി പെട്ടെന്ന് കഴിയുമ്പോൾ മാറും. ഓക്കെ, വളരെ വളരെ പാഷനേറ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് തോന്നുന്ന ഒരു വെപ്രാളത്തിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും, പെട്ടെന്ന് തന്നെ അത് ഡിസപ്പിയർ ആവാനും ശ്രമിക്കും. ഓക്കെ, അതായത് അവർക്കൊരു ഉറപ്പില്ല എന്താ ചെയ്യേണ്ടതിനെ കുറിച്ച്. അവർ സ്റ്റിൽ ഇപ്പോഴും എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരു എനർജി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇന്റൻസ് ആയിട്ട് ഉള്ള ചിന്തകളാണ് കേട്ടോ. അതായത് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ചില സമയത്ത് അവരുടെ സെൽഫ് കൺട്രോളോടെ പോകുന്നുണ്ടാവും, ആൻഡ് ചില സമയത്ത് അവർ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരിക്കാം എന്നും ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ജെനുവിൻ കമ്പാക്ട് വേണോ, അതാണോ അവർ ആഗ്രഹിക്കുന്നത്? ഓഫ് കോഴ്സ് അതാണ് ആഗ്രഹിക്കുന്നതാണ് ഈ കാർഡ് പറയുന്നത്. 10 ഓഫ് കപ്സ് ആണ്. സോ ഇമോഷണൽ ഫുൾഫിൽമെന്റിനെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കഴിഞ്ഞ റീഡിങ്ങിൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ അവർക്ക് മിസ്സാവുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്. സോ അവര് നിങ്ങൾക്കൊപ്പം എത്രത്തോളം സന്തോഷം, അവർക്ക് മെന്റൽ ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരുന്നത്, നിങ്ങളുടെ മെന്റൽ ഹാപ്പിനെസ്സിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് മെന്റൽ ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾക്കൊപ്പമായിരുന്നു. ഓക്കെ, ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ലോങ് ടേം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർ വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടും എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് ടെമ്പററി കാർഡ് അല്ല, അത് വളരെയധികം ഇമോഷണലി അവർക്ക് അറ്റാച്ച്മെന്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാർഡ് വരുന്നത്. ആൻഡ് അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ അവർക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവുകളാണ് അവർക്കുള്ളത്. സോ അവർ ജെനുവിൻലി ഒരു കംബാക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റാത്തത്?
സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് വരുമ്പോൾ ഇപ്പം അവരുടെ കൂടെ മറ്റൊരു സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തി ഉണ്ടായിരിക്കും. സ്റ്റേബിൾ ഇൻ ദ സെൻസ് ഫൈനാൻഷ്യലി, സാമ്പത്തികമായിട്ട് അവർക്ക് വേറൊരു സാമ്പത്തികമായി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അവരുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കും. അവർക്ക് ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നിരിക്കും. അവർക്ക് ചില ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഏറ്റുപോയിട്ടുണ്ടാകും. ഓക്കെ, പ്രാക്ടിക്കലി ഇനി ഇത് നടക്കില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂൻ ഓഫ് എനർജി ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ എനർജി. അതായത് നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഇനി കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. ഓക്കെ, ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ഒന്നും അല്ല, ഒരു പ്രാക്ടിക്കൽ പോസിബിലിറ്റീസ് ഇനി ഇതിവിടെ കുറവാണ് എന്നുള്ള ചിന്ത വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അവർ വേറൊരു കാര്യം ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതായത് നിങ്ങളുടെ ഒപ്പം വന്നു കഴിഞ്ഞാൽ ഇനി ഈ ലൈഫ്, ഈ ഒരു ജീവിതം സ്റ്റേബിൾ ആയിരിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊപ്പം അവർക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് അവർക്കറിയില്ല. ബിക്കോസ് നിങ്ങളുടെ എനർജി ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ചിലപ്പം ഈ ഒരു സമയത്ത് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇൻകം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി ആ ഒരു പഴയ വ്യക്തിയെ തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത കൂടി വന്നിട്ടുണ്ടായിരിക്കും. സോ ഇതൊക്കെ കാരണം അവർക്ക് ഒരു കംബാക്ക് എന്ന് പറയുന്നത് അവർ താമസിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും പറ്റാത്തത്. സോ ഇനി അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ അവരിനി തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഓക്കെ, വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിനി ബിൽഡ് ആയി വരുവുള്ളൂ. ഓക്കെ, കാരണം അത്രത്തോളം ഈ റിലേഷൻഷിപ്പ് തകർന്നു പോയിട്ടുണ്ട്. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ രീതിയിലാകണമെങ്കിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഇനി കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, അവർ നന്നായിട്ട് പ്രയത്നിക്കേണ്ടതുണ്ട്, ഒരുപാട് എഫോർട്ട് ഇടേണ്ടതുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീമായി നിന്നുകൊണ്ട്, ഒരു ടീം വർക്കിന്റെ കാർഡ് കൂടിയാണ് കേട്ടോ അത്. ടീമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രമേ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പഴയ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് കോർപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിലും അവരിപ്പോൾ കോർപ്പറേഷൻ ഈ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, സെയിം കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും. അവർ പല കാര്യങ്ങളും ഇനിയും ലേൺ ചെയ്യേണ്ടി വരും. ഒന്നേന്ന് അവർ ഇനി പ്രാക്ടിക്കലി നിങ്ങൾ രണ്ടുപേരും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. പല കാര്യങ്ങളും മറന്നും ചില കാര്യങ്ങൾ അൺലേൺ ചെയ്തും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്തും അങ്ങനെ വേണം മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ, ഇത് വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ മെച്യൂരിറ്റിയും കൺസിസ്റ്റൻസി ഇവിടെ ഒരുപാട് നിങ്ങൾ എഫോർട്ട് ഇട്ട് നിങ്ങൾ ഒരുപാട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പം ടു ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങൾ ഇവിടെ റഷ് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് വേണോ ഇത് വേണോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇമോഷണൽ ഡിസിഷൻസ് ഒന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത് എടുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ ഭയങ്കര സന്തോഷമുള്ള സമയത്തോ ഒന്നും ഒരു തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കരുത്. ഓക്കെ, അവർ പറയുന്ന ഒരു വാക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അവരുടെ ആക്ഷൻസ് മാത്രം നോക്കുക, അവരുടെ പെരുമാറ്റം മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യണം. അതായത് നിങ്ങൾ ഇനി വേദനിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടെന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. കാരണം തീരുമാനം എടുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ആയിട്ടില്ല. അവരാദ്യം നിങ്ങളെ പ്രൂവ് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങളെ തെളിയിച്ചു തരട്ടെ. അവർ ആ പഴയ വ്യക്തി അല്ല എന്നുള്ളത് തെളിയിച്ചു തരട്ടെ. അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളിപ്പോൾ റെസ്റ്റ് പൊസിഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് റീഡിങ് വളരെ കൃത്യമായിട്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യം തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡിൽ അവരൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് വീണ്ടും ഒരു ഇമോഷണൽ കണക്ഷൻ വേണം എന്നുള്ളതുണ്ട്.
ഓക്കെ. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ അവരുടെ പറയുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരുടെ ബിഹേവിയർ, അവരുടെ ആക്ഷൻസ് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു റീഡിങ്ങിൽ കാണാം.